ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആയ NFS ആൻഡ് AFS എന്ന ഫയൽ സിസ്റ്റങ്ങളെ കുറിച്ചാണ്. NFS നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം, AFS ആൻഡ്രൂ ഫയൽ സിസ്റ്റം. NFS ഇത് സൺ മൈക്രോ സിസ്റ്റംസ് 1985 ഡെവലപ്പ് ചെയ്തത്. ഇത് വളരെ പോപ്പുലറും ഓപ്പണും വൈഡ്ലി യൂസ്ഡും ആയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റമാണ്. NFS പ്രോട്ടോക്കോളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത് IETF ഉപയോഗിച്ചിട്ടാണ്. അടുത്തത് AFS ആൻഡ്രൂ ഫയൽ സിസ്റ്റം. കർണേഗ് മെല്ലൻ യൂണിവേഴ്സിറ്റിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ആൻഡ്രൂ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട്. ഇതെന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് വൈഡ് ഫയൽ സിസ്റ്റം ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത റിസർച്ച് പ്രൊജക്റ്റ് ആയിരുന്നു. ഇതിൻ്റെ പബ്ലിക് ഡൊമൈൻ ഇംപ്ലിമെൻറ്റേഷൻ ലിനക്സിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് DCE ഓർ DFS ഫയൽ സിസ്റ്റമാണ് ഇൻ ഓപ്പൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. DEC എന്തുവാ? ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ NFSൻ്റെ ആർക്കിടെക്ചർ എങ്ങനെ നോക്കാം അല്ലേ? ക്ലയൻറ്റ് കമ്പ്യൂട്ടറും സെർവർ കമ്പ്യൂട്ടറും ഉണ്ട്. ക്ലയൻറ്റ് സൈഡിൽ NFS ക്ലയൻറ്റ് ഉണ്ട്, സെർവർ സൈഡിൽ NFS സെർവർ ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വിർച്വൽ ഫയൽ സിസ്റ്റംസ് ഉണ്ട്, പിന്നെ യുണിക്സ് ഫയൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഈ NFS പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ NFS കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ NFS പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കുറേ സെറ്റ് ഓഫ് റിമോട്ട് പ്രൊസീജിയർ കോൾസ് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു റിമോട്ട് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസ്, ആ ഫയൽസിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻസിനെ അലൗ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെർവർ സൈഡിലൊരു NFS സെർവർ കണ്ടില്ലേ? ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെ കേർണലിലായിട്ട് ഒരു NFS സെർവർ മോഡ്യൂൾ ഉണ്ട്. ഇതൊരു NFS സെർവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിമോട്ട് ഫയൽ സിസ്റ്റത്തിലുള്ള ഒരു ഫയൽ അതിനെ റിഫർ ചെയ്തുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ആ റിക്വസ്റ്റിനെ ക്ലയൻറ്റ് മോഡ്യൂളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു NFS പ്രോട്ടോകോൾ ഓപ്പറേഷൻസിൻ്റെ രൂപത്തിൽ. എന്നിട്ട് അത് NFS സെർവർ മോഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നു. ഏത് NFS സെർവർ മോഡ്യൂളിലേക്കാണ്? അതായത് ആ പറഞ്ഞ ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ ഏത് കമ്പ്യൂട്ടറാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ NFS സെർവർ മോഡ്യൂളിലേക്കാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇനി NFS ക്ലയൻറ്റും സെർവർ മോഡ്യൂളും ഈ റിമോട്ട് പ്രൊസീജിയർ കോൾസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലും സെർവർ കമ്പ്യൂട്ടറിലും കോമൺ ആയിട്ടുള്ള ആരാണ്? വിർച്വൽ ഫയൽ സിസ്റ്റം. അപ്പോൾ അതെന്താ നോക്കാം അല്ലേ? അതായത് ഇപ്പം ലോക്കലിയും റിമോട്ടിലെയും ലോക്കൽ ലൊക്കേഷനിലായിട്ടും റിമോട്ട് ലൊക്കേഷൻസൊക്കെ ആയിട്ടും ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ ഫയൽസിൽ പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ ഒരു ഡിസ്റ്റിങ്ഷൻസും കൂടാതെ യൂസർ പ്രോഗ്രാമിന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിനെ സഹായിക്കുന്നതാണ് ഈ വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ VFS എന്ന് പറയുന്നത് ഓരോ ഫയൽ സിസ്റ്റത്തിലും കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലോക്കലി അല്ലെങ്കിൽ റിമോട്ട്ലി അവൈലബിൾ ആയിട്ടുള്ള ഫയൽസിനെ പറ്റിയിട്ടുള്ള അതിനെ ട്രാക്ക് ചെയ്യുന്നു എന്ന് പറയാം. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലോക്കൽ സിസ്റ്റം മോഡ്യൂളിലേക്ക് ഈ റിക്വസ്റ്റിനെ പാസ് ചെയ്യുന്നു. ഇതാണ് ഈ VFS ചെയ്യുന്ന അല്ലെങ്കിൽ വിർച്വൽ ഫയൽ സിസ്റ്റം ചെയ്യുന്ന. NFSൽ യൂസ് ചെയ്യുന്ന ഫയൽ ഐഡന്റിഫയർ ആണ് ഫയൽ ഹാൻഡിൽസ്. അപ്പോൾ ഈ ഫയൽ ഹാൻഡിൽ അത് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഫയൽ സിസ്റ്റം ഐഡന്റിഫയർ, അല്ലെങ്കിൽ 3 പാർട്ട് ഉണ്ടെന്ന് പറയാം. ഫയൽ സിസ്റ്റം ഐഡന്റിഫയർ, ഐനോഡ് നമ്പർ, ഐനോഡ് ജനറേഷൻ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഫയൽ സിസ്റ്റം ഐഡന്റിഫയർ ഈ ഫീൽഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും വരാൻ പോണത്. ഇതെന്ന് പറയുന്നത് ഓരോ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഫയൽ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് അലോക്കേറ്റ് ചെയ്യുന്ന യുണീക്ക് നമ്പർ, അതിനെയാണ് ഈ ഫയൽ സിസ്റ്റം ഐഡന്റിഫയർ ഫീൽഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ഐനോഡ് ജനറേഷൻ നമ്പർ നോക്കാം നമുക്ക്. ഇത് എന്തുകൊണ്ടാണ് ആവശ്യം വരുന്നത്?
കാരണം ഈ ഐനോഡ് നമ്പർ ഉണ്ടല്ലോ, അത് ഈ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള യുണിക്സ് ഫയൽ സിസ്റ്റത്തിലൊക്കെ ഒരു ഫയല് റിമൂവ് ചെയ്ത് കളഞ്ഞ അതിന് റീയൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ VFS എന്നൊക്കെ പറഞ്ഞാൽ യുണിക്സ് ഫയൽ സിസ്റ്റത്തിലുള്ള സെയിം പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സ്റ്റൻഷൻസും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഐനോഡ് ജനറേഷൻ നമ്പർ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓരോ ഫയലിനും വേണ്ടിയിട്ട് ഒരു ജനറേഷൻ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ജനറേഷൻ നമ്പർ ഓരോ പ്രാവശ്യവും ഈ ഐനോഡ് നമ്പർ റീയൂസ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതായിട്ട് നമുക്ക് NFS ആക്സസ് കൺട്രോൾ ആൻഡ് ഒതന്റിക്കേഷൻ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഈ NFS സെർവർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് സെർവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ റിക്വസ്റ്റിലും സെർവർ യൂസറിന്റെ ഐഡന്റിറ്റിയും ആക്സസ് റൈറ്റ്സും ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരുന്നു. ഒരു ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ ഇവയെല്ലാം ചെക്ക് ചെയ്യുന്നത് ഒരു ഫയൽസ് ആക്സസ് പെർമിഷൻ ആട്രിബ്യൂട്ട് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഓരോ ക്ലയന്റ് റിക്വസ്റ്റിന്റെ കൂടെയും ഒരു യൂസർ ഐഡിയും ഒരു ഗ്രൂപ്പ് ഐഡിയും ഉണ്ട്. ഇതൊക്കെ ഈ RPC സിസ്റ്റത്തിലൊക്കെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇനി കീർബ്രോസ് ഇത് NFSുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതൊരു സ്ട്രോങ്ങർ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി സൊല്യൂഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് സെർവർ കഷീയിങ്. ഈ യുണിക്സ് ഫയലിലൊക്കെ ലോക്കൽ ഫയൽസ് ഒക്കെ കഷീൻ ചെയ്തില്ലേ, അതിനോട് സിമിലർ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഡിസ്കിലുള്ള പേജസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഇതിനൊക്കെ മെയിൻ മെമ്മറിയിൽ വെക്കുന്നു. ബഫർ കഷയിൽ എപ്പോൾ വരെയാണ് പുതിയൊരു പേജിന് ഒരു സ്പേസ് വേണം എന്നുള്ള കണ്ടീഷൻ എത്തുന്നത് വരെ ഇത് അവിടെ തന്നെ ഇരിക്കുന്നു. പുതിയൊരു പേജിന് സ്പേസ് വേണ്ട സമയത്ത് ഇതിനെടുത്ത് പിന്നെയും എടുത്ത് നമ്മുടെ ഡിസ്കിലേക്ക് മാറ്റുന്നു. അപ്പൊ ഈ ലോക്കൽ ഫയൽസിലൊക്കെ ആണെങ്കിൽ ഈ നെക്സ്റ്റ് സിങ്ക് ആകുന്നത് വരെ റൈറ്റ്സ് ഡിഫർ ചെയ്യാം, നെക്സ്റ്റ് സിങ്ക് ഇവന്റ് ആകുന്നത് വരെയൊക്കെ. പക്ഷേ ഇവിടെ ഈ റിമോട്ട് കേസിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ സിങ്കർണൈസേഷൻസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഡിസ്കിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം, റൈറ്റ് ത്രൂവും ഡിലേഡ് കമ്മിറ്റും. റൈറ്റ് ത്രൂ ഇതെന്ന് പറയുമ്പം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പേജസ് അതിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സെർവറിലേക്ക് എത്തുമ്പോൾ തന്നെ അതിനെ ഡിസ്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതായത് ഇപ്പം ഒരു റൈറ്റ് ഫംഗ്ഷൻ RPC റിട്ടേൺ ചെയ്യാൻ നേരത്ത് NFS ക്ലയന്റ് അറിയുന്നു ആ പേജ് ഡിസ്കിലാണെന്ന്. ഡിലേഡ് കമ്മിറ്റ് ഇതെന്ന് പറയുമ്പം ഒരു കമ്മിറ്റ് കോള് വിളിക്കുന്നത് വരെ ഈ പേജസ് കഷയിലേ വെക്കുകയുള്ളൂ ഫോർ ദ റിലവന്റ് ഫയൽ. ഇതെന്ന് പറയുന്നത് NFS v3 ക്ലയൻസിന്റെ ഒരു ഡിഫോൾട്ട് മോഡാണ്. ഒരു ഫയൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ക്ലയന്റ് ഒരു കമ്മിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലയന്റ് കഷീയിങ്. അപ്പൊ ഈ സെർവർ കഷീയിങ് ഒന്നും RPC ട്രാഫിക്, ഈ ക്ലയന്റും സെർവറിനും ഇടയ്ക്കുള്ള RPC ട്രാഫിക് ഒന്നും റെഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഫർദർ ഒപ്റ്റിമൈസേഷൻ ഇവിടെ ആവശ്യമുണ്ട്. ഈ ലാർജ് നെറ്റ്വർക്കില് സെർവർ ലോഡൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? NFS ക്ലയന്റ് മോഡ്യൂൾ കഷീസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഈ റീഡ്, റൈറ്റ്, ഗെറ്റ് ആട്രിബ്യൂട്ട്, ലുക്കപ്പ്, ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ, റീഡ് ഡയറക്ടറി ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട്സിനെ NFS ക്ലയന്റ് മോഡൽ കഷേ ചെയ്യുന്നു. അപ്പം അതായത് ഇപ്പം രണ്ടോ അതിൽ കൂടുതലോ ക്ലയൻസുകൾ സെയിം ഫയൽസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഫയൽ കണ്ടന്റ്സിന്റെ ഒരു സിങ്ക്രണൈസേഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല ഈ NFSന്റെ കേസിൽ ക്ലയന്റ് കഷേയിൽ. അടുത്തതായിട്ട് NFS പെർഫോമൻസിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ 1987 കാലഘട്ടത്തിലൊക്കെ മെഷർമെന്റ് ചെയ്തപ്പോൾ റൈറ്റ് ഓപ്പറേഷൻസ് ഏകദേശം
ഒരു ടിപ്പിക്കൽ യുണിക്സ് എൻവയോൺമെന്റിൽ 5% ഓഫ് സെർവർ കോൾസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റൈറ്റ് ഫങ്ഷൻ ഓപ്പറേഷൻസ് ആണ്. ഈ സെർവറിൽ ഈ റൈറ്റ് ത്രൂ അക്സെപ്റ്റബിളും ആണ്. അപ്പം ലുക്കപ്പ് ഫങ്ഷൻ ഇതെന്ന് പറയുന്ന ഒരു 50% ഓഫ് ഓപ്പറേഷൻസിൽ ഈ ലുക്കപ്പ് ഫങ്ഷൻ ഉണ്ട്. കാരണം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പാത്ത് നെയിം റെസൊല്യൂഷൻസ് ഇത് നെസസിറ്റി ചെയ്യുന്നു ഈ നെയിമിംഗ് ആൻഡ് മൗണ്ടിങ് സെമാൻറ്റിക്സിലൂടെ. അപ്പോൾ ഈ 1993 മെഷർ ചെയ്തപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് NFS സിസ്റ്റംസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ NFSനെ പറ്റി പറയാനാണെങ്കിൽ എന്തൊക്കെയാണ്? ഒരു സിമ്പിൾ റോബസ്റ്റ് ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സർവീസ് ആണ് NFS എന്ന് പറയുന്നത്. ഇത് NFSന്റെ മറ്റൊരു ഗോളാണ് ട്രാൻസ്പെറൻസി. ഇത് അച്ചീവ് ചെയ്തു വരുന്നത് ആക്സസ് ട്രാൻസ്പെറൻസി. അപ്പോൾ ഇതിന്റെ API എന്ന് പറയുന്ന ഒരു യുണീക് സിസ്റ്റം കോൾ ഇന്റർഫേസ് ആണ് ലോക്കൽ ആൻഡ് റിമോട്ട് ഫയൽ സിസ്റ്റംസിനുള്ള ലൊക്കേഷൻ ട്രാൻസ്പെറൻസി. അപ്പോൾ ഫയൽ സിസ്റ്റത്തിന്റെ നെയിമിങ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ക്ലയന്റ് മൗണ്ടും ഓപ്പറേഷൻസ് ആണ്. പക്ഷേ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിസ്റ്റം കോൺഫിഗറേഷനിലൂടെ ട്രാൻസ്പെറൻസി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. മൊബിലിറ്റി ട്രാൻസ്പെറൻസി ഇത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഫയൽസിനെ റീലൊക്കേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പക്ഷേ ഫയൽ സിസ്റ്റംസിന് റീലൊക്കേഷൻ ചെയ്യാൻ പോസിബിൾ ആണ്. പക്ഷെ അപ്പോൾ അവിടെ ഒരു ക്ലയന്റ് കോൺഫിഗറേഷന് അപ്ഡേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നു. അടുത്തതാണ് സ്കേലബിലിറ്റി ട്രാൻസ്പെറൻസി. ഇവിടെ എന്ന് പറയുമ്പോൾ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഫയൽ ഗ്രൂപ്പ്സ് ഇവയെ സബ് ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് സെർവേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും പെർഫോമൻസ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സെർവറിന്റെ ലോഡ് അനുസരിച്ചാണ്. അപ്പോൾ ആ സെർവർ എത്ര ഹെവിലി യൂസ്ഡ് ഫയൽ സിസ്റ്റംസ് ഹോൾഡ് ചെയ്യുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഫയൽ ഗ്രൂപ്പിനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ടിരിക്കും. റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി. അപ്പോൾ ഈ NFSൽ ഈ റിപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി റീഡ് ഓൺലി ഫയൽ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫയൽസ് റൈറ്റബിൾ ആയിട്ടുള്ള ഫയൽസിലൊക്കെയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൺ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ സർവീസ് ഉപയോഗിക്കുന്നു, NIS. ഇത് ഉപയോഗിച്ചിട്ടാണ് എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം ഫയൽസിനേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെട്രോജീനിറ്റി. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഈ ഓൾമോസ്റ്റ് എവറി നോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് NFS ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് NFS ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫില്ലിംഗ് സിസ്റ്റത്തിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഫോൾട്ട് ടോളറൻസ് ഇത് ലിമിറ്റഡ് ആണ് ബട്ട് എഫക്റ്റീവ് ആണ്. സെർവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ സർവീസ് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫെയിലുവറിൽ നിന്നും റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്ലെസ് ഡിസൈൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്തതാണ് കൺസിസ്റ്റൻസി. ഇതെന്ന് പറയുന്നത് 1 കോപ്പി സെമാൻറ്റിക്സുമായിട്ടൊരു ക്ലോസ് അപ്രോക്സിമേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ NFSലൂടെ നമ്മൾ ഫയൽ ഷെയറിംഗ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലുള്ള പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടും കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, പക്ഷെ അതിനൊന്നും ഇത് റെക്കമെൻഡ് അല്ല. സെക്യൂരിറ്റി. ഇപ്പം നമ്മൾ റീസെൻ്റ് ഡെവലപ്മെൻറ്റ് ചെയ്തതിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള RPC ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ ഡേറ്റയ്ക്ക് കൂടുതൽ പ്രൈവസി സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും. ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ഈസ് എഫിഷ്യൻസി. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ഉള്ള സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് NFS പ്രോട്ടോകോൾസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആൻഡ്രൂ ഫയൽ സിസ്റ്റത്തെ കുറിച്ചാണ്. NFS പോലെ തന്നെ ഈ AFS ആൻഡ്രൂ ഫയൽ സിസ്റ്റവും ഒരു ട്രാൻസ്പെറൻറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ റിമോട്ട് ലൊക്കേഷൻ ഇരിക്കുന്ന ഫയൽസും ലോക്കൽ ഫയൽസും തമ്മിൽ.
അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ഒരു വർക്ക് സ്റ്റേഷനിൽ കുറേ യുണിക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. അവർക്ക് റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ഇരിക്കുന്ന ഷെയർഡ് ഫയൽസിന് ആക്സസ് ചെയ്യണം. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി AFS പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ AFS ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2 സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് യുണിക്സ് പ്രോസസ്സിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൈസും വീനസും. അപ്പോൾ ഇതാണ് ആൻഡ്രൂ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോസസ്സസ് ഇൻ ദ ആൻഡ്രൂ ഫയൽ സിസ്റ്റം. ഇവിടെ വർക്ക് സ്റ്റേഷൻസിലുള്ളതാണ് വീനസ്, സെർവേഴ്സിലുള്ളതാണ് വൈസ്. അപ്പോൾ ഈ ഫിഗറിൽ വൈസ് ആൻഡ് വീനസ് പ്രോസസ്സുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. വൈസ് എന്ന് പറയുന്നത് ഒരു സെർവർ സോഫ്റ്റ്വെയറിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ഇതെന്ന് പറയുന്നത് ഒരു യൂസർ ലെവൽ യുണിക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ സെർവർ കമ്പ്യൂട്ടറിലും റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെർവർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി വീനസ് ഇതെന്ന് പറയുന്നത് ഒരു യൂസർ ലെവൽ പ്രോസസ്സാണ്. ഇത് ഓരോ ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറിലും റൺ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് മോഡ്യൂളിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഒരു വർക്ക് സ്റ്റേഷനിൽ റൺ ചെയ്യുന്ന യൂസർ പ്രോസസ്സ്, ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഫയൽസ് അവ ലോക്കൽ ആകാം, ഷെയർഡ് ആകാം. ലോക്കൽ ഫയൽസ് ഒക്കെ നോർമൽ ആയിട്ടുള്ള യുണിക്സ് ഫയൽസ് ഹാൻഡിൽ ചെയ്തോളൂ. ഇവയൊക്കെ വർക്ക് സ്റ്റേഷൻസിൻ്റെ ഡിസ്കിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ലോക്കൽ യൂസർ പ്രോസസ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഷെയ്ഡ് ഫയൽസ് എന്ന് പറയുമ്പം ഇത് സെർവേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ വർക്ക് സ്റ്റേഷൻ്റെ ലോക്കൽ ഡിസ്കിൽ കെഷേഡ് ആയിട്ട് ഇതിൻ്റെ കോപ്പീസും ഉണ്ടായിരിക്കും. ഓരോ വർക്ക് സ്റ്റേഷൻസിലും സെർവറിലുമുള്ള യുണിക്സ് കർണൽ എന്ന് പറയുന്നത് BSD യുണിക്സിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ, ക്ലോസ് ഇതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫയൽ സിസ്റ്റം കോൾസ് ആയിട്ടുള്ള ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡിഫിക്കേഷൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് ഈ സിസ്റ്റം കോൾസ് നടക്കുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു ഷെയർ നെയിം സ്പേസിലുള്ള ഒരു ഫയൽസിനെ കോൾ ചെയ്യുമ്പോൾ ഇതിനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് കമ്പ്യൂട്ടറുള്ള വീനസ് പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ, ക്ലോസ് അതുപോലെ മറ്റേ ഫയൽ സിസ്റ്റം കോൾസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിസ്റ്റം കോൾസ് ഈ ഷെയർഡ് നെയിം സ്പേസിലുള്ള ഏതെങ്കിലും ഫയൽസിനെ റിഫർ ചെയ്യുകയും അതിനെ വീനസ് പ്രോസസ്സ്, ക്ലയൻറ്റ് കമ്പ്യൂട്ടറുള്ള വീനസ് പ്രോസസ്സിലേക്ക് പാസ് ചെയ്യുമ്പോഴുമാണ്. അപ്പോൾ ആണ് ഇത് ഈ മോഡിഫിക്കേഷൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ AFSൻ്റെ സിസ്റ്റം കോൾ ഇൻ്റർസെപ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫയൽ സിസ്റ്റം കോൾസ് ഇൻ AFS. അപ്പോൾ നമുക്കിവിടെ AFSൻ്റെ ഫയൽ സിസ്റ്റം കോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു യൂസർ പ്രോസസ്സ് ഇവിടെ ഒരു ഓപ്പൺ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതായത് ഫയൽ നെയിം കൊണ്ട് ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട്. ഇനി ഈ ഫയൽ നെയിം, ഇപ്പോൾ ഇനി അടുത്ത യുണിക്സ് കർണലിൽ ഇവിടെ ഈ പറയുന്ന ഫയൽ നെയിം എന്ന് പറയുന്നത് ഷെയ്ഡ് ഫയൽ സ്പേസിലെ ഒരു ഫയലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റിനെ വീനസിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വീനസ് എന്ത് ചെയ്യുന്നു, ലോക്കൽ കഷയിൽ ആ ഫയൽസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആ ഫയൽസ് ലോക്കൽ കഷയിൽ ഇല്ല എങ്കിൽ അവിടെ ഒരു നോ വാലിഡ് കോൾ ബാക്ക് പ്രോമിസ് സെൻഡ് ചെയ്യുന്നു. അവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഫയൽസ് ലോക്കൽ കഷയിൽ ഉണ്ടോ നോക്കുന്നു. ഇപ്പം ആ ഫയൽസ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു നോ വാലിഡ് കോൾ ബാക്ക് പ്രോമിസ് ആണ് ഉള്ളതെങ്കിൽ ആ റിക്വസ്റ്റിനെ, ആ ഫയലിന് വേണ്ടിയുള്ള റിക്വസ്റ്റിനെ വൈസ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആ ഫയൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആ വോളിയം ഉണ്ടല്ലോ, അതിൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള വൈസ് സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വൈസിലെത്തി. വൈസ് എന്ത് ചെയ്യുന്നു, ഫയലിൻ്റെ കോപ്പിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് കോൾ ബാക്ക് പ്രോമിസ് സെറ്റ് ചെയ്യുന്നു, വർക്ക് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നു. കോൾ ബാക്ക് പ്രോമിസിനെ ലോഗ് ചെയ്യുന്നു.
ഇനി വീനസിലെത്തുമ്പോഴോ? അപ്പം ഇവിടെ നിന്ന് പറയുമ്പോൾ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ ആ ഫയലിൻ്റെ കോപ്പിയെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ലോക്കൽ നെയിം ലോക്കൽ കഷയിൽ കൊടുക്കുന്നു, കഷി ലിസ്റ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് ലോക്കൽ നെയിമിനെ യുണിക്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇനി യുണിക്സ് കേർണലിലെത്തുമ്പോൾ ഇത് ലോക്കൽ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് ഫയൽ ഡിസ്ക്രിപ്റ്ററിനെ റിട്ടേൺ ചെയ്യുന്നു. ഇനി റീഡ് എന്ന യൂസർ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ ഫയൽ ഡിസ്ക്രിപ്റ്റർ ഉണ്ട്, ബഫർ ഉണ്ട്, ലെന്ത് ഉണ്ട്. ഇതെന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള യുണിക്സ് റീഡ് ഓപ്പറേഷൻസ് ആണ്. ഒന്ന് ലോക്കൽ കോപ്പിയാണ് പെർഫോം ചെയ്യുന്നത്. റൈറ്റ് പ്രോസസ് ആണെങ്കിലോ ഫയൽ ഡിസ്ക്രിപ്റ്റർ, ബഫർ, ലെന്ത് ഉണ്ട്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവിടെ നോർമൽ ആയിട്ടുള്ള യുണിക്സ് റീഡ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് ഓൺ ദ ലോക്കൽ കോപ്പി. ക്ലോസ് ഫയൽ ഡിസ്ക്രിപ്റ്റർ ഇവിടെ എന്ന് പറയുമ്പോഴോ ഒരു ലോക്കൽ കോപ്പി ക്ലോസ് ചെയ്യണം. അതിന് വീനസിനെ നോട്ടിഫൈ ചെയ്യുന്നു ആ ഫയൽ ക്ലോസ് ചെയ്യുകയാണെന്ന്. അപ്പം ആ ലോക്കൽ കോപ്പിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കോപ്പിയെ വൈ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഏത് വൈ സെർവറിൽ? ആ ഫയലിൻ്റെ ഒറിജിനൽ കസ്റ്റഡിയൻ ആയിട്ടുള്ള വൈ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫയലിലെ കണ്ടന്റിനെ റീപ്ലേസ് ചെയ്യുകയും അതിനെ മറ്റെല്ലാ ക്ലയൻസിലും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോൾ ബാക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ടു ഹോൾഡ് ഇൻ കോൾ ബാക്ക് പ്രോമിസസ് ഓൺ ദ ഫയൽ. അപ്പോൾ ഇതാണ് ആൻഡ്രൂ ഫയൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റവും ആൻഡ്രൂ ഫയൽ സിസ്റ്റത്തെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.